BSc MLT കഴിഞ്ഞാൽ എത്ര പ്രൊഫഷണൽസ് കേരളത്തിലുണ്ടാവും? ഇത് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് BSc MLT എന്ന പ്രൊഫഷനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും മാത്രമാണ്. പക്ഷെ എൻ്റെ ഈ 2 വീഡിയോസും കുറഞ്ഞത് 1000 പേരെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ 1000 പേര് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പക്ഷെ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 100-150 ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത്. എൻ്റെ വീഡിയോസ് കുറഞ്ഞത് 1000 പേരെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 1 ലക്ഷം പേരെങ്കിലും കേരളത്തിൽ ഈ പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നവരുണ്ടാകില്ലേ? അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഈ 1 ലക്ഷം പേര് കേരളത്തിൽ BSc MLT കഴിഞ്ഞ പ്രൊഫഷണൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് പോസ്റ്റുകളും ഈ 1 ലക്ഷം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കാം ഈ ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് എന്ന പോസ്റ്റുകളിൽ നമുക്കൊരു മികച്ച ശമ്പളമൊന്നും കിട്ടാതെ വരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് കൂടുതലും വേക്കൻസീസ് കുറവായി വരുമ്പോൾ ഏറ്റവും കുറവ് സാലറി ഡിമാൻഡ് ചെയ്യുന്നവർക്ക് ജോബ് കിട്ടും. അതൊരു പബ്ലിക് റൂളാണ്. ഇങ്ങനെ സാലറി ഇല്ല എന്ന് കംപ്ലൈന്റ് പറയുന്നവരാണോ നിങ്ങൾ? അല്ലെന്നുണ്ടെങ്കിൽ സാലറിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ മാറ്റാതെ നിങ്ങളുടെ തിയറട്ടിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രിയിലെ തന്നെ 4 പ്രൊഫഷൻസ്. ഒന്നെന്ന് പറയുന്നത് സെയിൽസ്, രണ്ടാമത്തത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, മൂന്നാമത്തത് ലബോറട്ടറി ഓപ്പറേഷൻസ്, നാലാമത്തത് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദിസ്, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്.